സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഇന്ന് ഡിവിഷൻ മാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സ്മാർട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ആയി വന്നിട്ട് പിന്നെ നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്റ്റിലെ കാര്യം എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓൾറെഡി ഞാൻ എന്തായാലും നമ്മുടെ കിമ്മിച്ചെടുക്കാന്ന് വിചാരിക്കുന്നത്. ഞാൻ മിഷൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് ഓൾറെഡി അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി എനിക്ക് നമ്മുടെ ബെർണാൾഡോ സിൽവേനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ പോഡ്വേ ബെർണാൾഡോ സിൽവേനെ വെച്ചെടുക്കാം. പിന്നെ ഓൾറെഡി ഞാൻ നോമിനേറ്റിംഗ് കോൺട്രാക്ട് അതിലൊരു നല്ല കാർഡ് നോക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് എങ്ങനെയാണ് വരുന്നത് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഡിവിഷൻ റീസെറ്റ് ആയിട്ട് ആദ്യത്തെ മാച്ചാണ്. അപ്പോൾ എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കി ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഉഷാറാകണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം മച്ചാമാരെ. അപ്പോൾ നോക്കുകയാണ് നമ്മുടെ ഓപ്പോണന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ഫ്രീ ട്രയലൊക്കെ കുറെ പേർക്ക് ഹാളറ്റ് അങ്ങനെ കിട്ടിയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരും കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യുക മച്ചാമാരെ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് കളർ കൂടി ഇത് വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. പിന്നെ നമുക്ക് ഇന്നലെ സ്റ്റേഡിയം ഡൗൺലോഡ് ഉണ്ടായിരുന്നു, പിന്നെ കമന്ററി ഇംഗ്ലീഷും ഡൗൺലോഡ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത ആഴ്ച വരുന്ന ആഴ്ചയിൽ കണക്ട് ലൈവ് വരുന്നുണ്ട്. അപ്പൊ അന്നറിയാം നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് വേൾഡ് കപ്പിനെ പറ്റിയൊക്കെ. അപ്പം ഇപ്പൊ ഏകദേശം കോയിലൊക്കെ എത്രയും ജസ്റ്റ് കമന്റ് ചെയ്യാം മച്ചാമാരെ. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ക്വാഡ്. നമ്മുടെ മിനിറ്റോനെ നമ്മുടെ ഹഡ്ജിനെ ആദ്യം ഇറക്കാൻ ഞാൻ വിചാരിക്കുന്നത്, കാരണം അത്യാവശ്യം ഫോമിലാണ് ആശയിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് എനിക്ക് CMF കാർഡ് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് പോർട്ട്വേലെ കാര്യം കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓപ്പോണന്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെ കിട്ടും ഗൈസ്. അപ്പോൾ ഡ്രോപ്പി ഉണ്ട്, സലയുണ്ട്, അപ്പോൾ ഫ്ലിപ്സ് അടിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും പെറൂസി ഉണ്ട്. ഷോർട്ട് ടൈം കാർഡ് മച്ചാൻ എനിക്ക് ഒന്നും എടുത്തിട്ടില്ല തോന്നുന്നു നമ്മുടെ ഡിവിഷൻ മാച്ചിൽ RB കാർഡ്. അപ്പോൾ ഡ്രോപ്പിന്റെ ഇത് നമുക്ക് നോക്കാം. സലേന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോയി കിട്ടിയിട്ടുണ്ട്. ഹൻസി ഫ്ലിക്കാണ് ബ്രോന്റെ മാനേജർ. അപ്പം റെക്കോർഡിംഗ് ഒക്കെ സെറ്റ് അല്ലേ നോക്കി. ഇവിടെ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് കറണ്ടും പിന്നെ ഈ വൈഫൈന്റെ എല്ലായിടത്തും പ്രശ്നമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്ന പ്രശ്നം കാരണം ലൈവ് ആയാലും വീഡിയോ ആയാലും ചിലപ്പോൾ പകുതിക്ക് വെച്ച് നിന്ന് പോകാറുണ്ട്. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്താണെന്നറിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഫുൾ ഗ്രാഫിക്സ് ആയിട്ടോ മച്ചാൻ ഇട്ടേക്കുന്നത്. പോക്കറ്റ് കത്തിച്ച് വരുന്നുണ്ട് നമ്മുടെ രണ്ട് ടീം റൈഗാർഡ്. എന്റെ കസ്റ്റം സ്റ്റേഡി ആയതുകൊണ്ട് ഇത് മാറ്റാനും പറ്റിയില്ല. ഇതിലൊരു വെറൈറ്റി ഉണ്ട് ഗൈസ്. ഓപ്പോണന്റ് മലയാളി തന്നെ എന്താ പോലെ എന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ടൻ ഫാൻ തന്നെയാണ് മച്ചാൻ. അപ്പൊ ഈ കളി മിക്കവാറും കിട്ടില്ലായിരിക്കും. ഫസ്റ്റ് വെച്ച് അവർക്കാണ് നമ്മുടെ എന്താ പോലെ വേഴ്സസ് ബാർസലോണ ഗൈസ്. അപ്പൊ ഡ്രോപ്പിയാണ് ഓൾറെഡി ഗൈസ്. നിങ്ങൾക്ക് ഡ്രോപ്പ് കിട്ടിയിട്ട് ഉറപ്പായിട്ടും കമ്പനി. ഞാൻ ഈ മിഷൻ തീർത്തിട്ട് ഫുൾ ഒരു പാക്ക് ഓപ്പണിംഗ് സെറ്റ് ആക്കാലോ എന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് കറക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മൊത്തം ഒരു 18 ട്രൈ എങ്ങനെ ഉണ്ട്. ഞാൻ ഇതുവരെ കറക്കിയിട്ടില്ല. ആദ്യത്തെ ഒരു ട്രൈ കറക്കിപ്പോയി തോന്നുന്നു. നോക്കണം. എന്തായാലും 10-18 ട്രൈ എങ്ങനെ ഉണ്ട് ഗൈസ്. ഡ്രോപ്പ് ആയിട്ട് ഹസാഡ് ഗൈസ്. ഇവർക്ക് ഓപ്പോണ്ട് നെറ്റും ഇല്ലേ ഗൈസ്. കഴിഞ്ഞ കളി തുടക്കം തന്നെ നെറ്റ് ഇല്ലാത്ത ഓപ്പോണ്ടാണ് കിട്ടിയത്. ഹഡ്ജ് അടിച്ചോളി സിൽവ. ഓപ്പോണന്റ് കയ്യിൽ സിൽവയുണ്ടോ? നമ്മുടെ മിനിറ്റോ, ഗ്രീസ്മാൻ, മെസ്സി. ഞാൻ പറയാൻ പോയി മച്ചാമാരെ. നമ്മുടെ ഇവൻ 5 ഫോർമേഷൻ ആണ്. അതുകൊണ്ട് അവിടെ ആ വിങ്ങിൽ 5 പേരും ഉണ്ട്. സാബി അലോൺസോ ടു നമ്മുടെ മെസ്സി. ഓൾറെഡി ഇനിയിപ്പം നമ്മുടെ ഈ ഫിൽറ്റർ വന്നോണ്ട് ഇനി ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക് ഇത് അല്ല ഗൈസ്. വേറൊരു കാര്യമുണ്ട്. ഓൾറെഡി നമ്മുടെ 3 തൊട്ടാട്ടോ സ്മാർട്ട് അസിസ്റ്റ് ഫിൽറ്റർ വന്നത്. അതെന്തായാലും നന്നായി. 3 തൊട്ട് അങ്ങനെയാകുമ്പോൾ ഓൾറെഡി ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ കയറി പോയി. പിന്നെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി എടുക്കാം. കാർലോസ് ഓക്കെ. റൈഗാർഡ് അടിച്ചു കൊടുത്തു മച്ചാൻ. ഈ റൈഗാർഡിന്റെ കാർഡ് അത്യാവശ്യം കിഡിലൻ കാർഡാണ്. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയാ എല്ലാവരുടെയും കയ്യിൽ ഈ കാർഡുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോസ്റ്റായിട്ട് ഡെയിലി ഗെയിം കിട്ടിയ പോലെ അത്യാവശ്യം കിഡിലൻ കാർഡാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും മച്ചാൻ ഓൾറെഡി എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സ്മാർട്ട് അസിസ്റ്റന്റ് ഓഫാണ്. പിന്നെ സൂര്യനെ ഞാൻ ഫസ്റ്റ് ഹാഫ് ഇട്ടിട്ടുണ്ട്. ഓപ്പോണന്റ് വലിയ മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയില്ല. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്. ഓൾറെഡി ഓപ്പോണന്റ് ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നുണ്ട്. എന്തോ എനിക്കൊന്ന് മ്യാൻമാർക്ക് വല്ലതും ചെയ്യാനാണോ എന്നറിയില്ല. റോബർട്ടോ കാർലോസ് ടു നെറ്റിന്റെ പ്രശ്നം ഓപ്പോണന്റ് തോന്നുന്നുണ്ട് ഗൈസ്. കറക്റ്റ് നമ്മുടെ പെറൂസി എടുത്തു മച്ചാവരെ. എനിക്കും പെറൂസി ഗോളി കിട്ടി. അപ്പൊ നിങ്ങൾക്ക് അന്നാ ഇതിൽ കിട്ടിയതൊക്കെ ഏതെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്യുക. ഷെവ, റോബർട്ട്സൺ. ഇതും നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് അല്ലായിരുന്നോ? കിട്ടിയിട്ടുണ്ട്. സാവി ഗൈസ്. ഇതില് സാവി കിടിലൻ കളിയാണല്ലോ. ഗ്രീസ്മാൻ, ഹസാഡ് കിട്ടിയിട്ടുണ്ട്. റൈഗാർഡ്, സാബി, മെസ്സി കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ, ഹഡ്ജ്, പാസ്. എടാ മെസ്സിയിലേക്ക് എത്തിയില്ല ഗൈസ്. കിടിലൻ കളിയായിരുന്നു. നെയ്മർ, സാബി ഇറക്കാൻ വിടുന്നില്ല കേട്ടോ. സാബി ഓർക്കസ്ട്രേറ്റർ കാർഡ് കിടിലൻ കാർഡാണ്. അതാ ഫൗള് നന്നായിട്ട് കയറി വരികയായിരുന്നു മച്ചാമാരെടാ. റൈഗാർഡിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഓപ്പോണന്റ്. പക്ഷേ ഇനി അവിടെ നിന്ന് ഫ്രീ കിക്ക് അടിക്കാൻ നല്ല കിടിലിനായിട്ട് കയറി വരുന്ന ടൈമായിരുന്നു. അത് കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫ്രീ കിക്ക് ആണ് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ചില സമയത്ത് ഫ്രീ കിക്ക് കിടിലിനായിട്ട് കയറും, ചില സമയത്ത് കയറുമില്ല. ഇതാണ് പ്രശ്നം. റോബർട്ടോ കാർലോസ് ആണ്
സ്വിച്ച് മേടിക്കാം ഗൈസ്. കുറച്ച് മേളിലേക്ക് കയറ്റി വെച്ചിട്ട് അയ്യോ ഇവിടെ മതി ഇവിടെ മതി ഇവിടെ മതി. അയ്യോ മാറിപ്പോടാ ഗൈസ്. അത്രയും പവറിൽ കുറച്ചുകൂടെ കയറ്റി അടിച്ചാൽ പോയി 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 പോയി. ഇതാണ് ഗൈസ്, ചില സമയത്ത് കറക്റ്റ് അടിക്കും, ചില സമയത്ത് അത് പോകുന്നില്ല. മെസ്സി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു വലിവ് വരുന്നു. ബെക്കംബർ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. ബെക്കംബർ ടു നമ്മുടെ സാബി കിട്ടിയിട്ടുണ്ട്. മെസ്സി അഞ്ച് ഓക്കെ. ഈ ഓട വന്നോണ്ട് അല്ലേ ഗോള് കറക്റ്റ് കയറണ്ടേ. ഗ്രീസ്മാൻ നമ്മുടെ ജെറാഡ് അടിച്ചു 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 അടിച്ചു. മച്ചാമാരാണ് ഓഫ് സൈഡ് ആണല്ലോ മൊത്തം കളിയുന്നത്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് 4 ചാൻസ് അങ്ങോട്ട് കിട്ടി. എല്ലാം കറക്റ്റ് പോയി ഈ ഓപ്പോണന്റ് ഇവിടുന്ന്. അല്ലാണ്ട് അല്ലേ നമുക്ക് അടിക്കായിരുന്നു സുഖമായിട്ട്. ഇപ്പത്തെ ഷുവറായിട്ട് ഗോൾ ചെയ്തോണ്ടിരുന്നത്. അതാണ് ഓപ്പോണന്റ് ഇല്ല, ഓഫ് സൈഡ് പോയി. പെറോസി ടു നമ്മുടെ സാബിയിലേക്കാണ് മച്ചാമാരെ. മെസ്സി നമ്മുടെ ഗ്രീസ്മാൻ സാബി കിട്ടിയ വയ്ക്കാൻ മതിയതോ. അത് ഈ കുറച്ചു ദിവസം കളിക്കുമ്പോൾ മിസ്പാസാ വരുന്നത്. റൈഗാർഡ് കഴിഞ്ഞ കളി നമ്മൾ പിന്നെയും ഗ്രീസ്മാൻ ഗൈസ് ആ RP കാർഡില്ല. അതെങ്ങനെയുണ്ട് നിങ്ങൾ എടുത്തവരുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. സലിബ കമന്റ് ചെയ്യുക. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ ഇന്നലെ ഹാളൻഡ് വന്നു. പിന്നെ കുറെ പേർക്ക് നമ്മുടെ ആ ഷോർട്ട് ടൈം കാർഡിലൊക്കെ നമ്മുടെ ക്യാൻഡി കിട്ടിയെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യുക. സാബി അലോൺസോ ജെറാഡ് മച്ചാമാരെ. ഞാൻ കിമ്മിച്ചെടുത്തിട്ട് എന്തായാലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഈ വീഡിയോ ചെയ്യാം. മിഷൻ എൻ്റെ ഒരു 5-6 കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 4 ഞാൻ ആ ഷോർട്ട് ടൈം കാർഡും ഷോർട്ട് ടൈം അല്ല പോർട്ട്മേ ഫ്രീ കളിച്ചപ്പോൾ ഒരു 3 കളി അങ്ങനെ തീർന്നു. ഇനിയിപ്പോ നമുക്ക് ഗോൾഡൻ റൂൾ ഇട്ടിട്ട് എങ്ങനെ തീർക്കണം. ജെറാഡ് കൈകാടിച്ച് സല എന്റെ പൊന്നെ ഗൈസ് കറക്റ്റ് ടൈമിൽ നമ്മുടെ ഗോളി ഇത് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടുന്ന് ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ കിടിലൻ ഷോട്ട് ആവും ഗൈസ്. അപ്പൊ എന്തായാലും അടിച്ചിട്ടില്ല. നെയ്മർ അവിടുന്ന് ഒരു കറക്റ്റ് ഷോട്ട് അടിച്ചു, പക്ഷെ കറക്റ്റ് സൈഡിൽ കൂടെ പോയി. ഹാഫ് ടൈമിൽ നമുക്ക് നമ്മുടെ ഓവനെ ഇറക്കാം. ഓവൻ സൂപ്പർ സബ് ആയതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കയറിപ്പോയിക്കോളും. അപ്പൊ നമുക്കൊരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ വിങ്ങിനോട് ഓടിക്കാം. കിട്ടിയിട്ടുണ്ട്. ഡയഫ് ജെറാഡ് സലിബ ഹസാഡ് സല. ഇവരെ മിക്കവാറും ബ്ലിറ്റ്സ് അടിക്കാനുള്ള പരിപാടി ആയിരിക്കും. അതിന് തന്നെയാണ് ടോണി ആഡംസ് പാസ് ക്ലിയർ ചെയ്തോളി. ഇപ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ ഗോളിന്റെ ഇത് മാറി, മറ്റേ ജേഴ്സി. അപ്പൊ ഷോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ 2-1 ഷോട്ട് ഇരിക്കുന്നത്. ഞാനിപ്പോ പെക്കമ്പറിലേക്ക് മാറ്റി കേട്ടോ. ചന്ദ്രൻ മെസ്സി ടു നമ്മുടെ റൈഗാർഡ് ടു നമ്മുടെ തൂക്കിയായിരിക്കും. എടാ പോവല്ലേ ശവ അവിടെ നിന്ന് ക്രോസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പൊക്കി അടിച്ച് ഡ്രോപ്പ് സൈഡിൽ കൂടെ പോയെ മച്ചാവരെ. അപ്പം നോക്കുകയാണെങ്കിൽ ആരും ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല. എന്തായാലും പെട്ടെന്ന് ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആക്കണം. ഇന്നലെ ഡിവിഷൻ പറയുകയാണെങ്കിൽ എല്ലാം കളിച്ച് സെറ്റാക്കാനുണ്ട്. ഗ്രീസ്മാൻ സലിബ ഗൈസ് ഞാൻ സുവാരസിനെ ഇറക്കി കേട്ടോ. സുവാരസിനെ ഇറക്കി കാരണം സൂര്യ അത്യാവശ്യം നല്ല സ്പീഡ് ഉള്ളതുകൊണ്ട്. റൈഗാർഡ് കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മുടെ ഗ്രീസ്മാനിലേക്ക്. ഹസാഡ് ബ്ലോക്കി ഗ്രീസ്മാൻ കിട്ടി. ജെറാഡ് സുവാരസ് സാബി കിട്ടി. മെസ്സി പാസ് ഇട്ടോളി. അയ്യോ ഇവിടെ ഫ്രീ ആയിരുന്നു. ഗ്രീസ്മാൻ ഫ്രീ ആയിരുന്നു, ഞാൻ കണ്ടില്ല അത്. ഓടോ ഹസാഡ് നെയ്മർ സല. പിന്നെ സല നെയ്മർ കിട്ടിയോ? റൈഗാർഡ് അല്ല കോസ്റ്റാർഡ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് സമ്മതിക്കില്ല. ഹസാഡ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. റൈഗാർഡ് സാബിയിലോട്ട്. ഈ ഒരു മാച്ച് എനിക്കൊന്ന് സാബി മാൻ ഓഫ് ദ മാൻ അടിക്കുമെന്ന് തോന്നുന്നു. മാൻ ഓഫ് ദ മാച്ച് കിട്ടില്ല കളി. മെസ്സി റൈഗാർഡിന് യെല്ലോ കാർഡ് ഉണ്ട്. റൈഗാർഡാണോ വന്നോട്ടെ. സുര അടിച്ചോ പിടിച്ചടാ. ഹസാഡ് അല്ല നല്ലൊരു ചാൻസ് ആയിരുന്നു, പക്ഷെ അതിലൂടെ വളച്ചടിച്ചാൽ മതിയായിരുന്നു. മെസ്സി ഗ്രീസ്മാനിലേക്ക് കിട്ടുമോ? ഇല്ല. ഈ റൈഗാർഡ് അവിടെ തന്നെ കറങ്ങി നിൽക്കുക. സലിബ ഹസാഡ് നെയ്മർ കിട്ടിയിട്ടുണ്ട്. മെസ്സി കിട്ടിയിട്ടുണ്ട്. ഒരു ചാൻസ് ഉണ്ട്, നോക്കട്ടെ. ഇവിടുന്ന് ഒരു ഷോട്ട് അടിക്കാം. ഒഡോന്റെ തലയ്ക്ക് നീട്ടി. മെസ്സി ഇവിടുന്ന് ഒരു ചാൻസ് കിട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. മച്ചാൻ ഒരു സെലിബ്രേഷൻ ഒന്നും എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് സെലിബ്രേഷൻ പേട്ട നമുക്ക് ഓപ്പോണന്റ് ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. മെസ്സി അപ്പൊ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിൽവയെ ഇറക്കാം. കാരണം ഓൾറെഡി നമുക്ക് എനിക്ക് ഇവിടെ ഇറക്കിയിട്ട്
ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓർക്കസ്ട്രേറ്റഡ് കാർഡാണ്, CMF ആണ്, സെൻട്രൽ മിഡ്ഫീൽഡിലെ. അപ്പോൾ എൻ്റെ ഞാൻ നമ്മുടെ ചൗമണിനെ വെച്ചിട്ടില്ല, CMF-ലേക്ക് ഇട്ടിട്ട് നമുക്ക് CMF ഇനീസ്റ്റ് ഉണ്ട് അല്ലേ, ഓവനെ ഇറക്കിയിട്ടുണ്ട് മെസ്സിക്ക് പകരം, പിന്നെ ബെല്ലിംഗത്തിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നെയ്മറിന് ഈ ഒരു മാച്ചിൽ ഫോം ഔട്ട്, അതുകൊണ്ട് ഞാൻ ഇറക്കുന്നില്ല. പിന്നെ കക്കയുണ്ട്, കഫും ഒക്കെ അത്യാവശ്യം നമ്മുടെ കോസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇറക്കുന്നില്ല. DMF-ലേക്ക് മാറ്റിയിടുന്നുണ്ട് നമ്മുടെ പെപ്പിനെ. പെപ്പും കുഴപ്പമില്ല. രണ്ട് ഓർക്കസ്ട്രേറ്റർ ആവുമ്പോൾ പണിയാവോ, 3 ഓർക്കസ്ട്രേറ്റർ ആവുമ്പോൾ പണിയാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. നോക്കട്ടെ, വേറെ കാണുമില്ല ഗൈസ്. ഇവരുടെ ഇതുണ്ടോ, ഈ ഒരു ഫോർമേഷനാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താവും ഈ ഒരു മാച്ചിൽ നിന്ന്. എടാ ഇതെന്താ സംഭവം, എന്റെ പൊന്നു ഗൈസ്, എടാ ചതിച്ചടാ, മാച്ച് പോയി, ഫുള്ള് ബ്ലാങ്ക് ആയി. എന്താ വൈഫൈ പോയോ? അയ്യോ ഗൈസ്, എടാ പറഞ്ഞോളൂ തുടക്കം തന്നെ വൈഫൈ പോയി. ഇനിയിപ്പോ ഇതിൽ കയറുമ്പോ ഗൈസ് നെറ്റ് വരുമ്പോ നമ്മള് കളി പോയിട്ടുണ്ടാവും. എടാ ഇത് ഒരുമാതിരി കളി ചോദിച്ചാൽ അതാ, ഇത് നമ്മൾ ജയിക്കേണ്ട മാച്ചായിരുന്നു. ഒരെണ്ണത്തിൽ ലീഡും ഉണ്ട്, ചിലപ്പോൾ ഡ്രോയെ പിടിക്കുള്ളൂ. ഇനി ആകെ എനിക്ക് തോന്നുന്നു കുറഞ്ഞ കണ്ട സമയം ഉണ്ടായിരുന്നുള്ള മാച്ച് തോന്നുന്നു. 80 എത്തിയില്ലേ. ശേ ഗൈസ്, അപ്പം സിൽവേനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ല മച്ചാവരെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു. അപ്പൊ അടുത്തൊരു വീഡിയോയിലായിട്ട് കണ്ടിരിക്കും. വൈഫൈ പോയതുകൊണ്ടല്ലേ നമ്മൾ കളി ജയിച്ചതിന് സുഖമായിട്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മുടെ ലൈവിലായിട്ട് കണ്ടിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.